പറഞ്ഞത്, വീട്ടിൽ അച്ഛന്റെ മദ്യപിച്ചു വന്നിട്ടുള്ള ബുദ്ധിമുട്ട് സഹിച്ച് മടുത്തിട്ട് ആണ് ഞങ്ങളുടെ ആങ്ങള അല്ലെങ്കിൽ എന്റെ മകൻ അനിൽകുമാർ എന്ന ഉണ്ണി ഇങ്ങനെ ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെ അറിയിച്ചു. ഞങ്ങൾ പൂർണ്ണ സമ്മതം കൊടുത്തതിന് ശേഷമാണ് ഈ ഉണ്ണി ഫൈസൽ എന്ന പേരിൽ ഗൾഫിൽ വെച്ച് മറുമറിയുന്നു. ആ സംഭവം യഥാസമയം തന്നെ ഈ നാട്ടുകാരെ അറിയിച്ചിട്ടുണ്ടെന്ന് അവരുടെ അമ്മ പറയുകയുണ്ടായി. മാത്രമല്ല അയാൾ ആരെയും നിർബന്ധിച്ചിട്ടില്ല പറയാൻ പറ്റും. അയാളുടെ ഭാര്യയായിട്ട് ഞാൻ സംസാരിച്ചു. ഞാൻ രണ്ട് വനിതാ അയച്ചു, സംസാരിച്ചു. അവരുടെ സഹോദരിമാരായിട്ട് സംസാരിച്ചു. അവരൊക്കെ അയാൾ വന്നു. അയാൾ ഇവിടെ വീട്ടിലേക്ക് വന്നിട്ടില്ല. അയാൾ കാക്കഞ്ചേരി വന്നു. കാക്കഞ്ചേരിയിലുള്ള സുഹൃത്തിനടുത്ത് വന്നു. അയാളുടെ ഭാര്യയായിട്ട് ഫോണിൽ സംസാരിച്ചു. ഭാര്യ അയാളോട് വരാൻ പറഞ്ഞു. തിരുവനങ്ങാടി ആശുപത്രിക്ക് സമീപം അയാൾ വണ്ടിയായിട്ട് വന്നു. അയാളുടെ ഭാര്യ മക്കളെയും കൊണ്ട് അവിടെ ചെന്നു. അവർ നേരെ പൊന്നാനിക്ക് പോയി. ഇതാണല്ലേ യാഥാർത്ഥ്യം. അവരാരെങ്കിലും നിർബന്ധിച്ച് മതം മാറ്റിയതായിട്ടോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും താല്പര്യങ്ങൾക്ക് വേണ്ടി മാറ്റിയതായിട്ടോ അവരോ വേറൊരാളോ ഇന്നുവരെ ഈ സമയം വരെ പോലീസിന് മൊഴി തരികയോ പ്രകടിപ്പിക്കുകയോ ചെയ്തിട്ടില്ല എന്ന് ഞങ്ങൾ ഉയർത്തോളം പറയും. അതോടൊപ്പം തന്നെ ഈ ഒരു സംഭവം ഇതാണ് ചെയ്തതായ ഏത് മത തീവ്രവാദികൾ ചെയ്താലും അവർ ഇതുകൊണ്ട് നേടാൻ പോകുന്ന നേട്ടം ഞാൻ പറഞ്ഞു. അയാളുടെ ബാക്കി കുടുംബാംഗങ്ങൾ കൂടെ അയാളുടെ മതം സ്വീകരിക്കാൻ പോകും. അങ്ങനെ തീരുമാനിക്കും. ഇത് പറഞ്ഞു വന്നത് നമ്മളെങ്ങനെ ചെയ്യും. ഞാൻ ഏത് മതത്തിൽ വിശ്വസിച്ച് ചെയ്യണം, ഞാൻ എങ്ങനെ ജീവിക്കണം, എന്റെ ജീവിത രീതി എന്ത്, സമൂഹത്തിന് ശല്യമില്ലാത്ത തരത്തിൽ അല്ലെങ്കിൽ അയൽവാസികൾക്ക് പ്രശ്നമില്ലാത്ത തരത്തിൽ ഈ തരത്തിൽ ജീവിക്കാൻ എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്. അത് തീരുമാനിക്കേണ്ട ഞാനാണ്, നിങ്ങൾ ഓരോരുത്തരും. അവരുടെ ഒരു സംഘടനയോ അല്ലെങ്കിൽ ഒരു മറ്റെന്തെങ്കിലും അല്ല. അതാദ്യം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. അതുപോലെ തന്നെ നിങ്ങൾ ഈ സമയം വരെ ഈ സംഭവത്തിൽ ഇടുങ്ങി പ്രദേശത്തോട് കാണിച്ച സമയമാണ് ഇനിയും കാണിക്കണം. മാത്രമല്ല നിങ്ങളുടെ ഇടയിലേക്ക് ഇത് മറ്റെന്തോ രീതിയിൽ വളച്ചൊഴിച്ച് ഇവിടെ ഒരു കലാപമുണ്ടാക്കി അതിൽ നിന്ന് മുതലെടുക്കാൻ ഇവിടെ നിങ്ങളുടെ ഈ സാഹോദര്യ കൊണ്ടും നിങ്ങളുടെ ഈ മതേതര കൂട്ടായ്മയിലും വിള്ളലുണ്ടാക്കി അതിൽ നിന്ന് നിങ്ങൾക്കറിയാം. ഞാൻ പേരെടുത്ത് പറയുന്ന കാര്യമൊന്നുമില്ല. നിങ്ങൾക്കറിയാം, നിങ്ങളവിടെ കണ്ടതാണ്. ഇവിടെ വേരുറപ്പിക്കാൻ വേണ്ടി പല സംഘടന അതിന്റെ ഒരു ഭാഗമാണ് ഈ കൊലയും. അതിന്റെ ഒരു ഭാഗമാണ് ഈ കൊലയും. കാരണം ഇവിടെ ഈ കൊല്ലി പ്രദേശത്ത് ഞാൻ മനസ്സിലാക്കിയതോളം അങ്ങനെയൊന്ന് ഞാൻ മനസ്സിലാക്കിയിടത്തോളം 99% മുസ്ലിങ്ങൾ താമസിക്കുന്ന ഈ കൊല്ലി പ്രദേശത്ത് 1% വരുന്ന ഹിന്ദുക്കൾ വളരെ സന്തോഷത്തോടും വളരെ സമാധാനത്തോടു കൂടെയും കഴിഞ്ഞത്. ഒരാൾ പോലും ഈ ഇന്നലെ ഈ സംഭവം നടന്ന ദിവസം ഈ സെക്കൻഡ് വരെ ഒരാൾ പോലും ഒരു ഹിന്ദു മതത്തിൽപ്പെട്ടവരും മറ്റു മതത്തിൽപ്പെട്ടവരും സമുദായത്തിൽപ്പെട്ട ആളോ ഒരാൾ പോലും അത്തരത്തിലുള്ള ബുദ്ധിമുട്ട് എന്റെയോ അല്ലെങ്കിൽ എന്റെ ഉദ്യോഗസ്ഥന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടില്ല എന്ന് പറയുകയാണെങ്കിൽ ആത്മാർത്ഥമായിട്ട് പറയുന്നത്. നിങ്ങളെ ഈ പ്രവർത്തന പൊക്കിപ്പറയ അല്ലെങ്കിൽ ഈ പ്രദേശക്കാരെ പൊക്കിപ്പറയല്ല. അങ്ങനെ ഒരു പരാതി പോലും വന്നിട്ടില്ല. ആ 1% വരുന്ന ഹിന്ദുക്കൾ വളരെ സുരക്ഷിതത്വത്തോടും സമാധാനത്തോടും കൂടി ജീവിക്കുന്ന ഈ പ്രദേശത്ത് അവർ